ഹായ് ഹലോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ട്രാവൽ ആൻഡ് യൂട്യൂബേഴ്സ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ടാണ്. നമ്മുടെ എറണാകുളം സിറ്റി വൺ ഡേ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അതിന് മഞ്ഞൾക്ക് മാത്രമല്ല, ഇവിടെ ഉള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ. അതെ, ഇവിടെ ഉള്ളവർക്കും കൂടെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മുടെ എറണാകുളം സിറ്റിയിൽ സഞ്ചരിക്കാൻ വേണ്ടിയ ഒരു വണ്ടി, അത് നമുക്ക് എങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കമോൺ. അപ്പൊ ഗൈസ്, നമ്മളിത് ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു ചേട്ടൻ ഉണ്ട്. നമുക്ക് ആ ചേട്ടൻ്റെ അതിന്റെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ആ ചേട്ടൻ്റെ ചോദിക്കാം. അപ്പൊ ചേട്ടാ, ഇതിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽസ് പറയുമോ? ഇത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള യൂലു എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനി ഇവിടെ ടൈപ്പ് ആയിരിക്കുന്നത് സീക്കോ മൊബിലിറ്റി എന്ന് പറഞ്ഞ സാധനമാണ്. സീക്കോ അല്ലേ? ഈ സീക്കോ എന്ന് വെച്ചാൽ സീറോ കാർബൺ. നമ്മൾ സോളാറിൽ നിന്നുള്ള പവർ ഉപയോഗിച്ചിട്ടാണ് ഈ വണ്ടി റൺ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ ഒക്കെ എങ്ങനെ എടുക്കുന്നത്? നമുക്ക് 16 വയസ്സ് മുതൽ യൂസ് ചെയ്യാം. ഇത് ബേസിക് ഇത് ഇലക്ട്രിക് സൈക്കിളാണ്. ഇലക്ട്രിക് സൈക്കിൾ അല്ല. അപ്പൊ ഇതിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 25 കിലോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ട. ഇതിപ്പോ നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന എറണാകുളത്താണ്. എറണാകുളത്താണെങ്കിൽ ഒരു വലിയ ഏരിയയിൽ എറണാകുളം ടൗൺ യൂസ് ചെയ്യാം. കൊച്ചിയിലേക്ക് പോകാം, കുമ്പളങ്ങിക്ക് പോകാം, ആലുവക്ക് പോകാം, മറ്റേ ചെറായി അത്രയും ദൂരം വരെയൊക്കെ പോകാം. അപ്പൊ നമ്മളിപ്പോ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലോഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ ഇപ്പൊ നിലവിൽ. ജല സ്റ്റേഡിയം, പിന്നെ നമ്മുടെ ഒരു വെയർ ഹൗസും ഉണ്ട് ഇവിടെ കറകപ്പള്ളി. അപ്പൊ നമ്മൾ ഇവിടുന്ന് വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ വരിക. അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയ ഡെപ്പോസിറ്റ് മണി കട്ടാവും, പെനാൽറ്റി ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ ഈ റൈഡ് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഈ വണ്ടി ഓഫ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരു വാഹനം വെച്ചിട്ട് ക്യാരി ചെയ്ത് ഇവിടെ കൊണ്ടുവരേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഈ വണ്ടി എടുത്തിട്ട് പോയി, നമ്മൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ദൂരം പോയി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ കംപ്ലൈൻസ് ഒന്നും എന്തെങ്കിലും വന്നാൽ അങ്ങനെയാണ്? കംപ്ലൈൻസ് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി സെലക്ട് ചെയ്യുമ്പോൾ റേഞ്ച് ഉള്ള വണ്ടി എടുത്തോണ്ട് പോകും. റേഞ്ച് കുറഞ്ഞ വണ്ടി എടുത്തോണ്ട് പോകും. അപ്പൊ നമുക്ക് ഒരു പ്ലാൻ അനുസരിച്ച് ഒരു താരിഫ് ഉണ്ടല്ലോ. അപ്പൊ ഒരു 1 hour പ്ലാൻ ആണെങ്കിൽ ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ 25 കിലോമീറ്റർ. അപ്പൊ നമ്മളൊരു 30 കിലോമീറ്റർ റേഞ്ച് ഉള്ള വണ്ടി കൊണ്ട് പോയാൽ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരില്ല, കംപ്ലൈന്റുകളൊന്നും അങ്ങനെ വരില്ല. ഇതിന്റെ മാക്സിമം 55-60 കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച്. അത് നമ്മൾ ഈ ആപ്പിലൂടെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വ്യക്തമായിട്ട്. ആ വണ്ടിയുടെ ഈ നമ്പറിൽ ഓരോ വണ്ടികളുടെ റേഞ്ച് അറിയാൻ പറ്റും. വണ്ടി എപ്പോഴും ട്രാക്കിംഗ് ആയിരിക്കും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇതിനുശേഷം നമുക്ക് കൂടുതൽ സ്റ്റേഷൻ വരുമ്പോ നമുക്ക് ഫുൾ ആവും. എന്നുവെച്ചാൽ ഇനിയിപ്പോ നമുക്ക് കൊച്ചിയിൽ സ്റ്റേഷൻ വരും, വൈറ്റ്ലയിൽ വരും, എടപ്പള്ളിയിൽ വരും, അങ്ങനെ പനമ്പള്ളിയിൽ വരും, മറൈൻ ഡ്രൈവ് വരും. അപ്പൊ എന്ന് വെച്ചാൽ നമുക്ക് ഒരു കസ്റ്റമറിന് കുറച്ചും കൂടി കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് അവിടെ വെച്ചാൽ മതി. പെട്ടെന്ന് നമ്മളെ മാക്സിമം എറണാകുളത്താണ് നമ്മൾ ഫസ്റ്റ് ലോഞ്ച് ചെയ്തത്. ഇതിനുശേഷം നമ്മൾ ഇനി ബാക്കിയുള്ള എങ്ങനെയെന്ന് നോക്കിയിട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ചേട്ടൻ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി എടുത്ത് ഓടിച്ചു നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പം ഓക്കെ, താങ്ക് യു. ഹലോ ഗൈസ്, നമുക്ക് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക. ജസ്റ്റ് ഒന്ന് ഉലു എന്ന് സെർച്ച് ചെയ്താൽ മതി. YULU. ഉലു എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ സെക്കൻഡ് കാണുന്ന ഒരു ആപ്പാണ് ഉലു EVS for റൈഡ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ആ ഉലു ഒന്ന് ആപ്പ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത ശേഷം നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് അലോ കൊടുത്ത് വിട്ടാലും മതി. അലോ കൊടുത്ത ശേഷം നമുക്ക് ഇഷ്ടംപോലെ സ്റ്റെപ്പ് ഉണ്ട്. അത് ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം, എന്തൊക്കെ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാനുണ്ട്. ലോഗിൻ ചെയ്ത ശേഷം നമുക്കൊരു OTP വരും. ആ OTPയും കൂടി അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അതായത് നമ്മുടെ ഉലു ആപ്പിൻ്റെ ഇൻ്റർഫേസാണ്. ആ ഇൻ്റർഫേസ് തന്നെ നമുക്ക് അവിടെ എത്ര ബൈക്ക് ഉണ്ട് എന്നൊക്കെ കാണാൻ പറ്റും. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അടുത്തൊരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അവിടെയാണ് നമുക്ക് ആ ബൈക്കിൻ്റെ ചാർജ് എങ്ങനെയാണ്, എന്തൊക്കെ എന്ന്. അത് കഴിഞ്ഞ് നമുക്കൊരു കണ്ടിന്യൂ കൊടുത്ത് വിട്ടാൽ നമുക്കൊരു പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് ബൈക്ക് എടുക്കാൻ പറ്റും.
ഞങ്ങളങ്ങനെ വണ്ടി മാറിയും തിരിഞ്ഞൊക്കെ ഓടിച്ച് നോക്കി. വണ്ടി നല്ല കംഫർട്ടാണ്. ഏത് സൈസിനും ഉള്ള ആൾക്ക് പറ്റിയതാട്ടോ. അപ്പോൾ ഹൈറ്റുള്ള ആളാണേലും ഹൈറ്റ് കുറഞ്ഞ ആളാണേലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. നമ്മളിത് റൈഡ് കഴിഞ്ഞ് നേരെ വണ്ടി ഇവിടെ കൊടുക്കാൻ പോവാണ്. അതെ, അപ്പൊ ഗൈസ് നമ്മളിത് യുലു ബൈക്ക് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഓടിച്ചോളോട് തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് സംഭവം? അടിപൊളി വണ്ടിയാ, സത്യം എനിക്ക് ഇഷ്ടമായി. നല്ല സ്മൂത്ത് ഉണ്ട്. പിന്നെന്താ, നമുക്ക് എന്താ ഇപ്പൊ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോകണം, നമ്മുടെ ബൈക്കില്ല, ജസ്റ്റ് ഒന്ന് പോയി മൊബൈൽ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക. 25 കിലോമീറ്ററിനുള്ളിൽ പോകാം. ഇപ്പൊ നമ്മള് എറണാകുളം സിറ്റിയിൽ വരുമോ, പുറത്തുനിന്ന് ഒരാൾ വരുവാണ്, അപ്പൊ അവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഓട്ടോ കൂലി കൊടുക്കുന്നതിലും ലാഭമാണ് ഇത്. നമുക്ക് ഇഷ്ടപ്പെട്ട കൊണ്ടുനടക്കാൻ പറ്റും. അതെ, നമുക്ക് ഇത് 24 hours വർക്കിംഗ് ആണ്. ഈ നമ്മുടെ ഈ ജേനൽ സൈഡിൽ 24 hours ഉണ്ട്. അവര് നേരെ വരിക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പൈസ കൊടുക്കുക, അതെ വണ്ടി എടുത്തോണ്ട് പോവുക. പിന്നെ ബാറ്ററി വെക്കുക, അടുത്ത ബൈക്ക് എടുക്കുക. അങ്ങനെ നമ്മള് ഫണ്ട് ചെയ്യുക, ബൈക്ക് എടുക്കുക. അതേപോലെ എളുപ്പം പരിപാടിയാണ്. ഓടിക്കാൻ നല്ല സ്മൂത്ത് ആണ് വണ്ടി, ഓടിച്ചിട്ടും നല്ല രസമുണ്ട്. ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 65 കിലോ ആണ്. നമുക്ക് ഒരു 120 കിലോ കപ്പാസിറ്റി ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് 120 കിലോ വരെ വെയിറ്റ് ഇതിനകത്ത് കൊണ്ടുപോകാം. പക്ഷെ നമ്മളും ലഗേജ് ഉൾപ്പെടെ 120 കിലോ ഇതിനകത്ത് കൊണ്ടുപോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും വണ്ടി അടിപൊളിയാണ്, ഓടിച്ചു നോക്കിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ കമന്റ് ചെയ്യുക. പിന്നെ ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് പ്രൊമോഷൻ ഒന്നല്ല, ഞങ്ങൾ കണ്ടപ്പോ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തോന്നി, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് തോന്നി. അപ്പൊ നിങ്ങൾക്കും ഒരു ഉപകാരമാവും, കാണുന്നവർക്കും എല്ലാവർക്കും ഉപകാരമുണ്ട്. ഒരു യൂസ്ഫുൾ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.